പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധം രാജ്യവ്യാപകമാവുകയാണ്. അസമിൽ വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ച നിരാഹാര സമരം തുടരുന്നു. ഡൽഹിയിൽ വിവിധ സംഘടനകളുടെ സമരങ്ങൾ. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എസ്എഫ്ഐയുടെ പ്രതിഷേധം അക്രമാസക്തമായി. जब ये लागू किया गया था तब 19 लाख लोगों को इसको बाहर किया गया था. इसमें 19 लाख लोगों में से 70% लोग സമുദായത്തിന്റെ പേരിൽ ആൾക്കാരെ തെറ്റിക്കുന്ന മോദി സർക്കാരിനെതിരെ ജനങ്ങളെ നാളെ മോദിയുടെ കോലം ഈ ഓരോ തെരുവുകളിലും കത്തിയേറി. ഇതിനുള്ള ഉത്തരം ലോക്സഭയിൽ മോദി സർക്കാരിനെ നിൽക്കുന്നത്. പ്രതിഷേധ സമരങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ വൻ സന്നാഹങ്ങളാണ് പോലീസ് ഒരുക്കിയിരുന്നത് വിദ്യാർത്ഥി സമരങ്ങളെ നേരിടാൻ. എന്തായാലും അറസ്റ്റ് ചെയ്ത് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതിനിടയിലും മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു വിദ്യാർത്ഥികൾ. ആലപ്പുഴയിൽ ഡിവൈഎഫ്ഐ ട്രെയിൻ തടഞ്ഞ് പ്രതിഷേധിച്ചു. സിഎഎക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി പി രാജീവ്. ഇത് സംബന്ധിച്ച് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. അടിയന്തരമായി നിയമം റദ്ദാക്കേണ്ടതുണ്ട്. ചില താൽപര്യങ്ങൾ മുന്നിൽ കണ്ടാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെന്നും നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്നും പി രാജീവ്. ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചട്ടങ്ങൾ സ്വാഭാവികമായിട്ടും ഭരണഘടനാ വിരുദ്ധമാണ്. അത് നമുക്ക് നടപ്പിലാക്കാൻ ഭരണഘടനാപരമായ ബാധ്യതയില്ല. അടിയന്തരമായി ഇത് റദ്ദാക്കേണ്ടതുണ്ട് എന്ന ആവശ്യം സുപ്രീം കോടതിയുടെ മുൻപിൽ വയ്ക്കുക. നേരത്തെ ഇത് നടപ്പിലാക്കില്ല എന്ന് കേരളം എടുത്ത നിലപാടിനനുസൃതമായി അക്കാര്യം അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ സുപ്രീം കോടതിയിൽ നമ്മുടെ ഇത് സംബന്ധിച്ചുള്ള കാര്യം തുടർച്ചയിൽ ഫയൽ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സിഎഎ നടപ്പിലാക്കില്ല എന്ന കേരളത്തിന്റെ നിലപാട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അഴിമതി മറച്ചുവെക്കാൻ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തെ പൂർണ്ണമായിട്ടും ദുരുപയോഗം ചെയ്യുകയാണ് മുഖ്യമന്ത്രി. അപ്പോൾ പിണറായി വിജയൻ ഇത് ആളുകളെ കബളിപ്പിക്കാൻ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം മാത്രമാണ്. അതാ ഞാൻ പറഞ്ഞത്, സിഎഎ ആദ്യം അംഗീകരിക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കും. പൗരത്വ നിയമ ഭേദഗതിയിൽ സിപിഎമ്മും കോൺഗ്രസും മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുന്നുവെന്ന് എപി അബ്ദുള്ളക്കുട്ടി. സിഎയുടെ പേരിൽ ഇന്ത്യയിലെ ഒരു മുസ്ലിമിനെങ്കിലും പൗരത്വം നഷ്ടപ്പെട്ടാൽ അവർക്ക് വേണ്ടി ബിജെപി ഉണ്ടാകും. മുസ്ലിം ജനങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുമെന്നത് കള്ളപ്രചാരമാണെന്നും എപി അബ്ദുള്ളക്കുട്ടി. പൗരത്വ ഭേദഗതി നിയമം യാഥാർത്ഥ്യമായതിനെ തുടർന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വ്യാപകമായി മുസ്ലിം ജനവിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവരെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് പേടി സ്വപ്നങ്ങൾ ഉണ്ടാക്കി ഒരു വലിയ ജനവിഭാഗത്തെ അസ്വസ്ഥരാക്കുകയാണ്. ഈ നിയമത്തിൻ്റെ പേരിൽ ഇന്ത്യയിലെ 18 കോടി മുസ്ലിങ്ങളിൽ ഒരാളുടെയെങ്കിലും പൗരത്വത്തെ ബാധിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങളുണ്ടാവും. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വടകര മണ്ഡലത്തിലെ UDF LDF സ്ഥാനാർത്ഥികൾ ഇന്നലെ നൈറ്റ് മാർച്ച് നടത്തി. കെ ശൈലജയും ഷാഫി പറമ്പിലും തലശ്ശേരിയിലാണ് വ്യത്യസ്ത സമയങ്ങളിൽ നൈറ്റ് മാർച്ച് നടത്തിയത്. ജനങ്ങളെ വിഭജിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്ന് സ്ഥാനാർത്ഥികൾ. നാടിന്റെ ഹൃദയമെന്ന് പ്രഖ്യാപിച്ച കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം അണിനിരക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട്
BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. കള്ളവും വാട്സാപ്പ് കഥകളുമാണ് BJPയുടെ ജീവശ്വാസം. തമിഴ്നാടിനെ നശിപ്പിച്ച അണ്ണാഡിഎംകെയും സംസ്ഥാനത്തെ ശ്രദ്ധിക്കാത്ത BJPയും കൂടി രഹസ്യ മുന്നണിയുണ്ട്. ഭരണത്തിലിരിക്കുമ്പോൾ തമിഴ്നാടിനെ ശ്രദ്ധിക്കാത്ത BJPയാണ് തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ കള്ളപ്രചാരണം നടത്തുന്നത്. ഇത് മനസ്സിലാകാതിരിക്കാൻ തമിഴ് മക്കൾ വിഡ്ഢികളല്ല എന്നും MK സ്റ്റാലിൻ. பாஜக தமிழ்நாட்டுக்கு கொண்டு வர திட்டங்கள் திமுக தடுக்குது. பிரதமர் சொல்றாரு. நீங்க ஒரு பழமொழி கேட்டிருப்பீங்க, அண்ட புழுகு ஆகாச புழுகுன்னு சொல்லுவாங்கல்ல, அது மாதிரி இது மோடி புழுகு. ஆட்சியில் இருந்த 10 வருஷமா தமிழ்நாட்டை திரும்பி பார்க்காம தேர்தலுக்கு 10 நாள் வந்து போய் சொன்னா தமிழ்நாட்டு மக்களான நாங்கள் என்ன ஏமாளிகளா? நாங்களெல்லாம் இழிச்சவாயங்களா? பொய்யும் வாட்ஸ்அப் கதைகளும் தான் பாஜகவோட உயிர் மூச்சு. இனி இந்த பொய்களும் கட்டுக்கதைகளும் மக்களிடம் எடுபடாது. மாநிலத்தை கெடுத்த அதிமுக, மாநிலத்தை கண்டுகொள்ளாத பாஜக, இந்த கள்ள கூட்டணியை மக்கள் அடையாளம் கண்டு கொண்டிருக்கிறார்கள்.